പേര് പറയൂ. ലഖാൻ ജോഷി. ലഖാൻ, പറയൂ, എന്താ വന്നത്? 2001 മുതൽ ബിസിനസ് പൂർണ്ണമായും പൂട്ടി. ബിസിനസ് ആരൊക്കെയാണ് നടത്തിയത്? എല്ലാവരും ഒരുമിച്ചായിരുന്നു. ഞങ്ങളുടെ അച്ഛനും മുത്തച്ഛനും അമ്മാവന്മാരും എല്ലാം. പിന്നെ ഗോപ്പാവിലേക്ക് എന്തിനാണ് പോയത്? ഞങ്ങളുടെ മുത്തച്ഛനെ കാണാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ ഭോപ്പായിലേക്ക് എല്ലാം പാക്ക് ചെയ്തു. നിങ്ങൾ പോകുന്നത് ഭോപ്പായിലേക്കല്ല. അവരോട് നിങ്ങൾ എല്ലാം ബോധിപ്പിച്ചിട്ടുണ്ടല്ലേ? ലഖൻജി, നിങ്ങളുടെ മേൽ വളരെയധികം തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും വ്യാപാരത്തിനെതിരെയുള്ള ബന്ധം ചെയ്തിട്ടുണ്ട്. പലിശയിലും പിന്നെ ധാന്യങ്ങളിലും നിങ്ങൾ വ്യാപാരം നടത്തി. എന്നാൽ ആ ബന്ധം തകർന്നു, എല്ലാം നശിച്ചു. വീട്ടിൽ സന്തോഷവും സമാധാനവുമില്ല. പിന്നെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് കുടുംബാംഗങ്ങളെ വേർപെടുത്തുവാൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. കുടുംബം സുഖമായിരിക്കുന്നു, പക്ഷേ നിങ്ങൾ വളരെയധികം സമ്മർദ്ദത്തിലാണ്. നിങ്ങളുടെ ആരോഗ്യവും വഷളായിക്കൊണ്ടിരിക്കുന്നു. കടം വർദ്ധിപ്പിക്കുന്ന തന്ത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യം നിങ്ങൾ പണം പലിശയ്ക്ക് നൽകി, പിന്നെ അതിപ്പം നിങ്ങളെ കടത്തിലാക്കിയിരിക്കുന്നു. ഈ തന്ത്രം കൊണ്ടാണത്. ബോപ്പയിൽ നിന്നാണ് ഈ തന്ത്രങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഒന്നല്ല 3 ബോപ്പന്മാർ ഒരുമിച്ച് തന്ത്രക്രിയ ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക പുരോഗതിക്കും പിന്നെ ബിസിനസിന്റെ പുതിയ വഴികൾ തുറക്കാനും സ്വന്തമായി ചില ബിസിനസ് സ്ഥാപിക്കാനും കുടുംബം എല്ലാവരും ഒരുമിച്ച് ജീവിക്കുവാനുമുള്ള ആഗ്രഹം കൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. കുലദൈവങ്ങൾ അസ്വസ്ഥരും പിതൃക്രമർ ശാന്തരുമാണ്. കാണാറുണ്ട്. ശരി. കുലദൈവയുടെയും പേര് കാളിമാതാവ് ബാത്രിയ റായി ആണ്. നിങ്ങളുടെ കുലദൈവം ഭൈരവ്ജിയാണ്.